നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ബംഗ്ലാദേശ് നിറഞ്ഞു കത്തുകയാണ് ഇപ്പോൾ. 2024 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ട് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ശരിക്കും വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വലിയൊരു കലാപത്തിലേക്ക് ബംഗ്ലാദേശ് കടക്കുകയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വളരെ മൃഗീയമായ തലത്തിൽ ഷെയ്ഖ് ഹസീന അടിച്ചമർത്തി എന്ന കേസാണ്, ഫാബ്രിക്കേറ്റഡ് കേസാണ് ഇപ്പോൾ അവർക്കെതിരെ എടുത്തിരിക്കുന്നത്. അന്നത്തെ പ്രക്ഷോഭത്തിൽ പോലീസ് സേനയും ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക സേനയും ചേർന്ന് വളരെ ശക്തമായ തലത്തിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി 1400ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപാകെയുള്ള റിപ്പോർട്ട്. 800-ലധികം മരണങ്ങളുണ്ടായി എന്ന ചില സ്ഥിരീകരണങ്ങളുണ്ട് ബംഗ്ലാദേശിൻ്റെ പുതിയ സർക്കാരിൽ നിന്ന്. അനേകായിരം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റ സംഭവം. വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താൻ അന്ന് ഷെയ്ഖ് ഹസീന ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ധാക്കയിലെ പോലീസ് മേധാവിയും ഒക്കെ ചേർന്ന വലിയ നീക്കമാണെന്ന് നടന്നത്. പിന്നീട് പുതിയ മുഹമ്മദ് യൂനൂസ് സർക്കാർ അന്നത്തെ ഈ പ്രക്ഷോഭം അടിച്ചമർത്തിയ ഷെയ്ഖ് ഹസീനയ്ക്കും സംഘത്തിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അന്ന് മരണപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ പിതാവാണ് പരാതിയുമായി സർക്കാരിനെ സമീപിക്കുന്നത്. വളരെ ശക്തമായ നിലപാടെടുത്തു. തുടക്കത്തിൽ തന്നെ എല്ലാം വിധി പുറപ്പെടുവിച്ചില്ല ഔദ്യോഗികമായെങ്കിലും. ഇതൊരു കങ്കാരു കോടതി എന്നാണ് ഇപ്പോഴത്തെ കോടതിയെ ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടി ആക്ഷേപിച്ചത്. കാരണം മുഹമ്മദ് യൂനൂസ് സർക്കാർ തങ്ങളുടെ കങ്കാരു മോഡലിൽ സൂക്ഷിക്കുന്ന ഒരു ജഡ്ജി. അതുകൊണ്ട് തന്നെ വിധി ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഇന്ന് രാവിലെ ഷെയ്ഖ് ഹസീനയുടെ വാഷിംഗ്ടൺ DC-യിൽ താമസിക്കുന്ന മകൻ വിധി എന്തായിരിക്കുമെന്ന് വളരെ വ്യക്തമായി ലോകത്തോട് പറഞ്ഞു. ഷെയ്ഖ് ഹസീനയ്ക്ക് കാത്തിരിക്കുന്നത് വധശിക്ഷ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ വധശിക്ഷ വിധിക്കപ്പെട്ടാൽ ബംഗ്ലാദേശിലെ അവാമി ലീഗ് പ്രവർത്തകർ വെറുതെ ഇരിക്കില്ല എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ പറഞ്ഞത്. ഷെയ്ഖ് ഹസീന ഇന്ന് വിശദമായൊരു ഇൻ്റർവ്യൂ NDTVക്ക് നൽകി. അതിൽ ഞാൻ ജീവനോടെയുണ്ട് എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നത്. 19 തവണ വധശ്രമത്തിൽപ്പെട്ട ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് ഒരു കൊലക്കയർ തൂങ്ങിക്കിടന്നാൽ അത്ര പരിഭ്രമമോ ഭയമോ ഉണ്ടാവില്ല. തൻ്റെ പിതാവും മാതാവും 3 സഹോദരന്മാരെയും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു നേതാവാണ് ഷെയ്ഖ് ഹസീന. അന്ന് ഷെയ്ഖ് ഹസീനയും സഹോദരിയും വിദേശത്തായതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. തൻ്റെ പിതാവിനെ നിഷ്ഠൂരമായി വധിച്ച അതേ തീവ്രവാദ നിലപാടുള്ള സംവിധാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. അതിൻ്റെ പേരിൽ അവർ നിരവധി തവണ വധശ്രമങ്ങൾക്ക് ഇടയായി. എന്നും ഷെയ്ഖ് ഹസീനയെ വ്യത്യസ്തയാക്കിയത്, അവാമി ലീഗിനെ വ്യത്യസ്തമാക്കിയത് ഷെയ്ഖ് ഹസീനയുടെ പിതാവടക്കമുള്ള അവാമി ലീഗിനുള്ളത് എന്നും ഇന്ത്യയോടുള്ള ഒരു ബഹുമാനവും സ്നേഹവുമാണ്. അങ്ങനെ 1971 ബംഗ്ലാദേശ് പിറവിക്ക് കാരണം ഇന്ത്യയുടെ നിലപാടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഒരു കാരിരുമ്പ് പ്രഖ്യാപനമാണ്. ഇതൊക്കെ വ്യക്തമായി അവാമി ലീഗിനറിയാം. അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറെ സ്നേഹിക്കുന്നു. അവർ ഇന്ത്യയെ ആരാധനയോടെ കാണുന്നു. പലപ്പോഴും ബംഗ്ലാദേശിന് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ അവർ ഇന്ത്യയെ സമീപിക്കുകയാണ് പതിവ്. എല്ലാ കാലത്തും പാകിസ്ഥാനെ ശത്രുവായി കണ്ട ബംഗ്ലാദേശ് 1971 ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്ന ആ ഇന്ത്യ പാക് യുദ്ധം അതൊരിക്കലും ബംഗ്ലാദേശികൾ മറക്കാൻ പാടില്ല. ബംഗ്ലാദേശികളെ സ്വതന്ത്രരാക്കുക അത് ഇന്ത്യയുടെ ലക്ഷ്യമായിരുന്നു. അത് അഭയാർത്ഥികളെ ഭയപ്പെട്ട് മാത്രമല്ല, പാകിസ്ഥാനെ ശിഥിലീകരിക്കുക ലക്ഷ്യമിട്ട് മാത്രമല്ല. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒരു വലിയ ബംഗ്ലാദേശിലെ ജനങ്ങളോടുള്ളൊരു കരുണയും ഒരു ആർദ്രഭാവവുമുണ്ട്. അവരെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്ന പാകിസ്ഥാൻ്റെ എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനുകൾ തമ്മിലുള്ള അന്നത്തെ ശീതയുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ ഒരു നിഷ്ഠൂരതയ്ക്കെതിരെ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട്. അന്ന് 1971 ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ധീരമായ ഒരു പോരാട്ടമാണ് നടത്തിയത്. ഇന്ത്യക്കെതിരെ അന്ന് നിന്നത് സാക്ഷാൽ US ആണ്. ഒരു വശത്ത് റഷ്യയെ ചേർത്ത് പിടിച്ച് ഇന്ത്യ 1971 യുദ്ധം നയിക്കുമ്പോൾ, മറുവശത്ത് ഇന്ത്യയെ തകർക്കും
ഞങ്ങളുടെ ഷിപ്മെൻറ്റ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണി. പക്ഷെ അതിൽ ഇന്ദിരാഗാന്ധി ഒരു ചെറുതരി പോലും ഭയന്നില്ല. ലോക രാജ്യങ്ങളുടെ നേതാക്കളോട് ഇന്ത്യക്ക് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ദിരാഗാന്ധി നടത്തിയ ധീരമായൊരു യാത്രയുണ്ട്. ആദ്യം റഷ്യയിലേക്ക് പറന്ന ഇന്ദിരാഗാന്ധി 1971 യുദ്ധത്തിന് മാസങ്ങൾക്ക് മുൻപ് റഷ്യയുമായൊരു രഹസ്യ കരാറിൽ ഒപ്പുവയ്ക്കുന്നു. ഒരു ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ, പ്രത്യേകിച്ച് അമേരിക്ക എന്ന പാകിസ്ഥാൻ്റെ സഖ്യരാജ്യമാണ്, പാകിസ്ഥാനെ അമേരിക്ക ഈ ഏഷ്യയിലുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയായി വെച്ചിരിക്കുന്ന കാലഘട്ടം. അന്ന് ഇന്ത്യ റഷ്യയോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന, അടുപ്പം കാണിക്കുന്നത് അമേരിക്കയെ വല്ലാണ്ട് അലോസരപ്പെടുത്തുകയും ചെയ്തു. ഏതെങ്കിലും തലത്തിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക ആക്രമണത്തിന് മുതിർന്നാൽ റഷ്യ സംരക്ഷിക്കാനെത്തും എന്ന ഒരു രഹസ്യ കരാറിൻ്റെ പിൻബലമെന്ന് ഇന്ദിരാഗാന്ധിക്കുണ്ട്. അന്ന് നാറ്റോ അംഗമായ ഫ്രാൻസിലേക്ക് തൊട്ടു പിന്നാലെ ഇന്ദിരാഗാന്ധി യാത്ര ചെയ്യുന്നു. ഫ്രാൻസ് പ്രസിഡന്റിനോട് ഇന്ദിരാഗാന്ധി പിന്തുണ അർപ്പിച്ചപ്പോൾ ഫ്രാൻസ് പ്രസിഡന്റ് പറഞ്ഞൊരു വാക്കുണ്ട്: ഇന്ത്യ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങൾ നിശബ്ദത പാലിക്കും, പക്ഷേ ഇന്ത്യയാണ് ആക്രമണത്തിന് മുതിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് അമേരിക്ക സഖ്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരുമെന്ന്. അത് മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി പ്രകോപനത്തിലൂടെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ എത്തിച്ചു. അമേരിക്കയിലേക്ക് പറന്നു ചെന്ന ഇന്ദിരാഗാന്ധിയെ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ എന്ന് അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. നിക്സൺ അന്ന് ഇന്ദിരാഗാന്ധിയെ പരിഹസിച്ചപ്പോൾ മണിക്കൂറുകളോളം അന്ന് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ കാത്തിരുത്തി ഇന്ദിരാഗാന്ധിയെ അധിക്ഷേപിച്ചു വിട്ടപ്പോൾ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യം. നിക്സണും അന്ന് നിക്സന്റെ ഉപദേശകനും പലവട്ടം ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അങ്ങനെ ധീരതയോടെ നമ്മൾ പാകിസ്ഥാനുമായി പോരാടി ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലും ധാക്കയിലും ഒരുമിച്ചാണ്. അത് ഇന്ത്യയുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ വീണ്ടെടുക്കലായിരുന്നു. അവിടെ നിന്ന് പിന്നീട് മുജീബുർ റഹ്മാൻ്റെ ഒരു യുഗത്തിലേക്ക് കടക്കുന്നു. പക്ഷേ അതിക്രൂരമായി അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്ക് കടന്നു കയറി ഭീകരവാദികൾ അദ്ദേഹത്തെയും കുടുംബത്തെയും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം നിഷ്ഠൂരമായി കൊല ചെയ്ത് ആ കൊട്ടാരം തകർത്ത് അവിടെ വളരെ ഭീകരത സൃഷ്ടിക്കുന്നു. അപ്പോഴും ഇന്ത്യ ബംഗ്ലാദേശിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. അതേ തകർന്നടിഞ്ഞ ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീനയുടെ ധീരമായ മടക്കം, തൻ്റെ പ്രതിയോഗികളെ, എതിരാളികളെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ വളർച്ച. ഷെയ്ഖ് ഹസീന എന്നും ഇന്ത്യയെ ചേർത്ത് പിടിച്ചിരുന്നു. അതുതന്നെയായിരുന്നു ഇന്ത്യയുടെ വിജയം. ബംഗ്ലാദേശ് വളർന്നത് വസ്ത്ര നിർമ്മാണ കാര്യങ്ങളിൽ, വസ്ത്ര വിപണന കാര്യങ്ങളിൽ വളർന്നത് ഇന്ത്യയുടെ ഒരു പിന്തുണയിലായിരുന്നു. ബംഗ്ലാദേശിനെ ശക്തമാക്കി നിർത്തുക ഇന്ത്യയുടെ ആഗ്രഹം കൂടിയായിരുന്നു. കാരണം അത് പാകിസ്ഥാൻ്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കാനാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബംഗ്ലാദേശിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം, അത് ഇന്ത്യക്ക് കൃത്യമായ ഒരു ബോധ്യമുള്ളതാണ്. ചൈനയെന്നും ഭയക്കുന്നത് ഇന്ത്യയുടെ ബംഗ്ലാദേശ് ഇടപെടലുകൾ തന്നെയായിരുന്നു. മലാക്ക കടലിടുക്ക് തുടങ്ങി നിരവധി തന്ത്രപ്രധാന മേഖലകൾ ഇന്ത്യക്ക് ആ മേഖലയിലുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ സുരക്ഷ അത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഇന്ത്യക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവിടെ നിന്നാണ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തിൽ എത്തി നിൽക്കുന്നത്. ഈ പതനത്തിന് പിന്നിൽ വളരെ ശക്തമായ ചില ലോബിയിങ്ങുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അമേരിക്കയിലടക്കം പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റേറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയെ തളർത്തി കൂടുതൽ അമേരിക്കൻ ഇടപെടലുകൾക്ക് ബംഗ്ലാദേശിനെ വേദിയാക്കാൻ അമേരിക്ക ശ്രമിച്ചു. അതിന് വഴങ്ങാതിരുന്നതോടെ ഇന്ത്യയുടെ കരുത്തായി നിന്ന ഷെയ്ഖ് ഹസീനയെ തകർക്കുക, അത് തീവ്രവാദികളുടെ, ഭീകര സംഘങ്ങളുടെ വലിയ ലക്ഷ്യമായിരുന്നു. എല്ലാറ്റിനുമൊടുവിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ബംഗ്ലാദേശിൽ നടന്നത് വലിയ തോതിലുള്ള ഭീകര സംഘടനകളുടെ ഇടപെടലാണ്. അതിനെയാണ് ഷെയ്ഖ് ഹസീന അടിച്ചമർത്തിയത്. പക്ഷേ ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു കരുത്ത് കാട്ടി. അധികാരം നഷ്ടപ്പെട്ട് സ്ഥാനഭ്രഷ്ടയായ ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ കരുത്ത് കാട്ടി. അവിടെ മോദി ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കുന്നു. ഡൽഹിയിൽ എൻ്റെ അമ്മ, മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി, ഇപ്പോഴും ആ രാഷ്ട്ര തലവൻ എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഒരു രാജ്യത്തിൻ്റെ തലവനെ പോലെയാണ് ഇപ്പോഴും കഴിയുന്നത് എന്ന് ഷെയ്ഖ് ഹസീനയുടെ മകൻ ഇന്ന് വാഷിങ്ടൺ DC വെച്ച് റോയിറ്റേഴ്സിന് മുന്നിൽ വെളിപ്പെടുത്തി. അപ്പോൾ ആ ഒരു സ്വകാര്യ അഹങ്കാരം അവാമി ലീഗിനുണ്ട്, ഷെയ്ഖ് ഹസീനയുടെ കുടുംബത്തിനുണ്ട്. അതുതന്നെയാണ് ഇന്ത്യ ഹസീനയെ ചേർത്ത് പിടിച്ച ആ ഒരു ശക്തി.
പക്ഷേ ഇവിടെ പിന്നീട് ഇന്ത്യയെ പലവട്ടം മുഹമ്മദ് യൂനിസ് വെല്ലുവിളിക്കുന്നു. അതിർത്തിയിൽ നിന്ന് ഭീകരത കയറ്റുമതി ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ ചേർത്ത് പിടിക്കുന്നു. അസിം മുനീറിൻ്റെ ബംഗ്ലാദേശ് സന്ദർശനം, ബംഗ്ലാദേശിൽ നിന്ന് മതമൗലികവാദികളുടെ സംഘം പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. പാകിസ്ഥാൻ ISI ഏജന്റുമാർ ബംഗ്ലാദേശിൽ നങ്കൂരമിടുന്നു. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് ഇടം കൊടുക്കുന്നു. പക്ഷേ ഇന്ത്യ ഇതിനെ വളരെ ഭംഗിയായി തൻ്റെ അടുത്തോടെ തിരിച്ചടിച്ചു. കാരണം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് പലവട്ടം ഇന്ത്യ തിരിച്ചടികൾ നൽകിയിരുന്നു ആ ഭീകര കൂട്ടങ്ങൾക്ക് നേരെ. മ്യാൻമർ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ചില നീക്കങ്ങൾ, അത് പരസ്യമായി ഇന്ത്യ സമ്മതിക്കുന്നില്ല എങ്കിലും ഇന്ത്യ തന്നെയാണ് മ്യാൻമർ മേഖല കേന്ദ്രീകരിച്ചുള്ള ചില ശക്തികളുടെ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ബംഗ്ലാദേശ് ഭയപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ മുഹമ്മദ് യൂനിസ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി മുഹമ്മദ് യൂനിസ് സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താം എന്ന ഘട്ടത്തിലെ അടുത്ത കാലത്തെത്തിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രൈം ട്രിബ്യൂണലിൻ്റെ ഏറ്റവും നിർണായകമായൊരു വിധി വന്നിരിക്കുന്നത്. പക്ഷേ ഈ വിധി ഒരു തരത്തിലും ഷെയ്ഖ് ഹസീനയെ ഇപ്പോൾ ബാധിക്കില്ല. കാരണം ഷെയ്ഖ് ഹസീന സ്വതന്ത്രമായി ഇന്ത്യയിൽ ജീവിക്കുന്നു. അവർ ഇന്ന് ആ NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്വന്തം രാജ്യം വിട്ട് വന്ന ആ വേദന എന്നെ വിട്ടു പിരിയുന്നില്ല എന്നാണ്. വല്ലാത്ത വേദന അവർക്കുണ്ട്. പക്ഷേ തനിക്ക് ജീവനുണ്ട് എന്ന് പറയുന്നതിൽ വലിയൊരു ആശയമാണ് അവർ അവാമി ലീഗ് പ്രവർത്തകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. മുമ്പൊരിക്കൽ തൻ്റെ പിതാവിനെ അടക്കം കൊലപ്പെടുത്തി തൻ്റെ ജനിച്ചു വളർന്ന കൊട്ടാരം തകർത്ത ആ ഭീകര സംഘങ്ങൾക്ക് മുന്നിൽ താൻ പതറിയില്ല, തോറ്റില്ല. ഇപ്പോൾ ഒരു പക്ഷേ ഷെയ്ഖ് ഹസീനയെ പ്രായം തളർത്തുന്നുവെങ്കിലും അവരുടെ ഉള്ളിലുള്ള വീര്യം, അതാണ് അവർ പറഞ്ഞത്, ഞാൻ ജീവനോടെയുണ്ട്, ഞാൻ മടങ്ങി വരും എന്ന സൂചന തന്നെയാണ്. അവാമി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ, ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടിയെ യൂനിസ് സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു ബംഗ്ലാദേശ്. പക്ഷേ ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിൻ്റെ നിരോധനം പിൻവലിച്ചില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന ആർജവത്തോടെ പറഞ്ഞിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ. ലോകരാജ്യങ്ങൾ ആരും ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ജനാധിപത്യ സംവിധാനം തകർത്ത ഈ മതമൗലിക കൂട്ടങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നില്ല. അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള യാതൊരുവിധ ശ്രമങ്ങളും അന്താരാഷ്ട്ര സമൂഹം കൈക്കൊള്ളുന്നില്ല. ഇന്ത്യയുടെ ഒരൊറ്റ പിന്തുണയിലാണ് ഷെയ്ഖ് ഹസീന ഇപ്പോഴും ആ ജീവൻ തനിക്കുണ്ട് എന്ന് വിളിച്ചു പറയുന്നത്. ബ്രിട്ടൻ എന്ന രാജ്യത്തോട് അഭയം തേടിയിരുന്നു നേരത്തെ ഷെയ്ഖ് ഹസീന. ബ്രിട്ടൻ അഭയം കൊടുത്തില്ല. അമേരിക്കയെ ഭയന്നാണ് ബ്രിട്ടൻ അഭയം കൊടുക്കാത്തത്. പക്ഷെ അമേരിക്ക ഇന്ത്യ ഭയക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ തലസ്ഥാനത്ത് സുരക്ഷിതയായിരിക്കുന്നത്. അതും ഒരു രാജ്യത്തലവൻ എന്ന നിലയിൽ ഇന്ത്യ അവരെ പരിപാലിക്കുന്നത്. അന്നത്തെ ബംഗ്ലാദേശിൻ്റെ മുൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ട് എന്ന ആക്ഷേപം മുഹമ്മദ് യൂനിസ് ഉയർത്തിയിരുന്നു. പക്ഷേ എവിടെയുണ്ട് എന്ന് ഇപ്പോഴും അറിയില്ല. ബംഗ്ലാദേശ് വിട്ടെന്ന് ആഭ്യന്തരമന്ത്രി കടന്നിരുന്നു. ഇന്ത്യയിലുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിനിടയിൽ അറസ്റ്റിലായ പോലീസ് മേധാവിയെ അവർ സാക്ഷിയാക്കി. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഒരിക്കൽ നിക്സണെ നേർക്കുനേർ വെല്ലുവിളിച്ച ഇന്ദിരാഗാന്ധി, ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ സൂക്ഷിക്കുന്നത്. പക്ഷെ നിയമവിരുദ്ധ വിധി, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഹസീനയെ അറസ്റ്റ് ചെയ്യാൻ ഇനി വളരെ കുടിലതന്ത്രങ്ങൾ ബംഗ്ലാദേശ് സർക്കാർ മെനി. ഇവിടെ രണ്ട് റിസ്ക്കാണ് ഷെയ്ഖ് ഹസീനയ്ക്കുള്ളത്. ഒന്ന്, ഇത്തരമൊരു വിധി ഈ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചാൽ 30 ദിവസത്തിനകം അപ്പലേറ്റ് കോടതിയെ സമീപിക്കണം. ഏതെങ്കിലും തലത്തിൽ 30 ദിവസത്തിനകം അപ്പലേറ്റ് കോടതിയിൽ ഒരു അപ്പീൽ നൽകാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ വിധി എന്നേക്കുമായി പ്രാബല്യത്തിലാകും. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ എപ്പോൾ വേണമെങ്കിലും ബംഗ്ലാദേശിലെത്തിയാൽ അവർക്ക് വധശിക്ഷയ്ക്ക് വിധേയമാക്കാം. ഇനി ഇത്തരമൊരു അപ്പീൽ മേൽക്കോടതിയിൽ നൽകണമെങ്കിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെത്തണം. പക്ഷെ ബംഗ്ലാദേശിൽ എത്തുന്ന മാത്രയിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടും. അവരെ മൃഗീയമായി അവർ പീഡിപ്പിക്കും. അവരെ വല്ലാത്ത ഒരു തലത്തിലേക്കാക്കുക. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ എന്നേക്കുമായി രാജ്യത്തിന് പുറത്തു നിർത്തുകയാണ് യൂനിസ് സർക്കാരിൻ്റെ തന്ത്രം. ഈ തന്ത്രത്തിന് പിന്നിൽ വളരെ കാര്യരുമ്പിൻ്റെ മനസ്സോടെ ഹസീന നിൽക്കുന്നു. ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടി അവാമി ലീഗ് ഇപ്പോഴും അവിടെ ശക്തമാണ്. കഴിഞ്ഞ നവംബർ 12-ാം തീയതി അവർ നടത്തിയ ഏകദേശം 38ഓളം സ്ഫോടനങ്ങളാണ്. ധാക്ക പൂർണ്ണമായി ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുന്നു. അതിർത്തികളൊക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് അവർ ജാഗ്രതയോടെ കാത്തു നിൽക്കുന്ന സൈന്യം. അവാമി ലീഗ് പ്രവർത്തകർ ഏതെങ്കിലും തലത്തിൽ ക്രൂഡ് ബോംബുകൾ ഉപയോഗിച്ചാൽ അവരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയിരിക്കുന്നു. ബംഗ്ലാദേശ് കലാപത്തിൽ കത്തും
എന്ന തലത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളും കത്തിയമരുന്ന കാഴ്ച. നിരവധി വാഹനങ്ങൾ കത്തിക്കുന്നു, ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ആഭ്യന്തര യുദ്ധത്തിലേക്ക് ബംഗ്ലാദേശ് വീണ്ടും കൂപ്പുകുത്തുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ യൂനുസിന്റെ തന്ത്രമായിരിക്കാം. പഹൽഗാം ആക്രമണത്തിനൊക്കെ ശേഷവും യൂനുസ് പാകിസ്ഥാനുമായി ചേരുന്ന കാര്യങ്ങളും അതുമാത്രമല്ല, ഈ പറയുന്ന എപ്പോഴും ഇന്ത്യയുമായിട്ടുള്ളൊരു തർക്കത്തിലേക്ക് തന്നെ, ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയുമായിട്ടുള്ള തർക്കത്തിലേക്ക് പോകുന്ന യൂനുസിനെയൊക്കെ കണ്ടു. പക്ഷെ അവിടെയൊന്നും ഇന്ത്യയുടെ അടുത്ത് ഒരു വിലയും പോകില്ല എന്നുള്ള മനസ്സിലാക്കിയ ഒരുപക്ഷെ അടുത്ത തന്ത്രമായിരിക്കാം ഹസീന തിരിച്ച് ബംഗ്ലാദേശിലെത്തിയ യൂനുസിന്റെ പതനമായിരിക്കാം. അല്ല, ഇതിനെ സംബന്ധിച്ച് നമുക്കൊരൊറ്റ കാര്യം വ്യക്തമായി പറയേണ്ടി വരും. കാരണം ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു വിധിയാണ് ഇപ്പോൾ അതെ ഈ പ്രത്യേക കോടതി നടത്തിയിരിക്കുന്നത്. ഇത് യൂനുസ് മറ്റൊരു തലത്തിൽ ഇന്ത്യ, കാരണം ഇന്ത്യ ഹസീനയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും തോറും അതെ. അതായത് ഇനിയിപ്പോൾ ബംഗ്ലാദേശ് പറയാൻ പോകുന്നത്, ബംഗ്ലാദേശിന്റെ പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ച ഒരു പ്രതിയെ ഇന്ത്യ സംരക്ഷിക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരാണ്. അവരെ വിട്ടുകിട്ടണം. അപ്പോൾ അമേരിക്കയെ കൊണ്ട് ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ യൂനുസ് ശ്രമിക്കും ഒരു വശത്ത്. മറുവശത്ത് ഇതൊരു രാഷ്ട്രീയ വിലപേശലിനുള്ളൊരു വേദിയാക്കും. അപ്പോൾ ഇന്ത്യയോട് സമദൂരം എന്ന ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ നയത്തിൽ നിന്ന് മാറി ഇന്ത്യ ശത്രുവായി പ്രഖ്യാപിക്കാനാവും ബംഗ്ലാദേശ് ശ്രമിക്കുക. അതുവഴി പാകിസ്ഥാനെ കൂടുതൽ അടുപ്പിക്കുക, പാകിസ്ഥാൻ്റെ സൈനിക സഹായങ്ങൾ കൂടുതൽ ആർജിക്കുക. അപ്പോൾ ഇന്ത്യയെ അങ്ങനെ രണ്ട് ദിക്കിൽ നിന്ന്, ഒരു വശത്ത് പാകിസ്ഥാനിൽ നിന്നും മറുവശത്ത് ബംഗ്ലാദേശിൽ നിന്നും വെല്ലുവിളിക്കുക. ഇതൊരു മതമൗലികവാദികളുടെയും മതഭീകര സംഘടനകളുടെയും ഒരു ദീർഘകാല ലക്ഷ്യം കൂടിയാണ്. പക്ഷേ ഇന്ത്യ ആദർശത്തിൽ നിന്ന് അണ്ണുമട്ട വ്യതിചലിക്കില്ല. അതാണ് നമ്മുടെ ഭരണകൂടം നമ്മളെ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ഇന്ത്യയുടെ മേലെ എന്തൊക്കെ തന്നെ വന്നാലും, യൂനുസ് അല്ല അതിനപ്പുറം വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാര്യമൊക്കെ സാറ് പറഞ്ഞപ്പോൾ തന്നെ അറിയാം. തികച്ചും നമ്മളുടെ രാജ്യം ഭരിക്കുന്നവരെല്ലാം തന്നെ വളരെ ശക്തരായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ്. അവരെയൊന്നും ചെറിയ ഓലപ്പാമ്പൊന്നും കാട്ടി പേടിപ്പിക്കാൻ പറ്റില്ല. ഏതായാലും ഹസീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ രാജ്യം അതിൽ തന്നെ അടിയുറച്ച് തന്നെ നിൽക്കും. ബംഗ്ലാദേശിന്റെ തീരുമാനം ഇനി നമുക്ക് കാത്തിരുന്നതാണ്. തീർച്ചയായും.